നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തന്റെ ആരാധന കേന്ദ്രങ്ങളുടെ അനുഗ്രഹവും BJP പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് തന്റെ വിജയമെന്ന് സുരേഷ് ഗോപി. MP വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. എല്ലാ വർഷവും മുടങ്ങാതെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് കുന്നുകര പഞ്ചായത്തിലെ ആറ്റുപുറം ഷാപ്പുംപടി കൂട്ടായ്മ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തന്റെ ആരാധന കേന്ദ്രങ്ങളുടെ അനുഗ്രഹവും BJP പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തന്റെ വിജയമെന്ന് സുരേഷ് ഗോപി. തൃശൂരിലെ വിജയത്തിന് ശേഷം ഡൽഹിയിലേക്ക് പോകുന്നതിനായി കൊച്ചി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. തന്റെ ആരാധന കേന്ദ്രങ്ങളുടെ അനുഗ്രഹവും BJP പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് തന്റെ വിജയമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ വിജയത്തിന് ശേഷം ഡൽഹിയിലേക്ക് പോകുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP MP എന്ന നിലയ്ക്ക് എൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്, വലിയ അഭിമാനമുള്ള യാത്രയാണത്. അപ്പോൾ ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഭാരമാണ്. ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. അവർക്കെല്ലാം അത് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ലോകത്തേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഗവർണൻസിൻ്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ അവർക്ക് ഇതുവരെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നത് തന്നെയാണ്. അല്ലാതെ ആരും ഇത് BJPക്കുള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്നൊന്നും ഞാൻ അവകാശവാദം ഒരിക്കലും. എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാലത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. ബൈബിളിൽ നിന്ന് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ, നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും. ആ പടയാളികളായി തൃശ്ശൂര് യഥാർത്ഥ റിയൽ സെക്യുലറിസ്റ്റ് മാറി അവരെന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്കിതിനെ കരുതാൻ പറ്റും. തന്റെ വിജയം നടനെന്ന നിലയിലുള്ള വിജയമാണെന്ന് ചെന്നിത്തലയുടെ പ്രസ്താവനയോട് തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മറുപടി പറഞ്ഞാൽ ഞാൻ ലീഡറിന് നൽകുന്ന ചെളിയറാകും അതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറുപടി ഉണ്ടെൻ്റെ അടുത്ത്. അത് പക്ഷേ എനിക്ക് എൻ്റെ ലീഡർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ചെളിയേറായി പോകും. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും കൂടെയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അതൊരു ലൈസൻസായിട്ട് ഇങ്ങനെ വേണ്ടാധീനം പറയുന്നവർക്ക് കരുതാം. ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല. അതെന്നെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ്. അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻ ടു ഓപ്പറേഷൻസ് വിച്ച് ഐ നീഡ് ടു ഇംപ്ലാന്റ് ഇൻ കേരള. അതിന് ഞാനൊരു 1, 2, 3 വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ അത് നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MP വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വീരേന്ദ്രകുമാർ അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തിയത്. അങ്കമാലി CSA ഹാളിൽ നടന്ന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ സർക്കാർ ഡൽഹി പ്രതിനിധിയുമായ പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. RJD സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക വേദി രക്ഷാധികാരിയുമായ ജെയ്സൺ പാനകുളങ്കര മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വേദി ജില്ലാ അധ്യക്ഷൻ KA അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PK ജോബ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി, ബെന്നി മൂഞ്ഞേലി, AA വാവ, കൃഷ്ണകുമാർ ES, ജോസ് പുത്തൻവീട്ടിൽ, റഷീദ് PM, B റോയ് തുടങ്ങിയവർ സംസാരിച്ചു. എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എത്രയോ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതപ്പെട്ടിരിക്കുന്നു, എത്രയോ എഡീഷനുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു യാത്രാ വിവരണം പോലെ, ഒരു പ്രകൃതിയെ കണ്ടെത്തുന്നത് പോലെ ഈ ഹൈമവത ഭൂമിയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയും.
അദ്ദേഹം പാർലമെന്റിലുള്ള കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ ലേബർ മിനിസ്റ്ററായിരുന്നു. പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചോദ്യോത്തര സമയത്ത് പഠിച്ച കാര്യങ്ങൾ മറുപടി പറയുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയാണ്. പ്രകൃതിയെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. നമ്മളിന്ന് കേരളത്തിലെ പല വനമേഖലകളും സംരക്ഷിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം സംസ്ഥാനത്ത് ഭരണാധികാരിയായിരുന്നപ്പോഴും ഡൽഹിയിൽ ഭരണാധികാരിയായിരുന്നപ്പോഴും എടുത്ത ശക്തമായ തീരുമാനങ്ങൾ. അന്ന് അദ്ദേഹം എടുത്ത ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന വനം ഇന്ന് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് കുന്നുകര പഞ്ചായത്തിലെ ആറ്റുപുറം ഷാപ്പുംപടി കൂട്ടായ്മ. കുന്നുകര പഞ്ചായത്തിലെ 1-15 വാർഡുകളിൽപ്പെട്ട ഒരു പറ്റം സുമനസ്സുകളുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നതാണ് ആറ്റുപുറം ഷാപ്പുംപടി കൂട്ടായ്മ. ഇതിനകം തന്നെ നിരവധിയായ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. വർഷം തോറും മുടങ്ങാതെ പഠനോപകരണങ്ങൾ വീട്ടിലെത്തി നൽകിയാണ് ഈ കൂട്ടായ്മ പ്രധാനമായും മാതൃകയാകുന്നത്. കുത്തിയതോട് സെന്റ് തോമസ് പള്ളിക്ക് സമീപത്തായി നടന്ന പഠനോപകരണ വിതരണം പള്ളി വികാരി ഫാദർ ജോസഫ് പ്ലാക്കിൽ ഉദ്ഘാടനം ചെയ്തു. വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ വീട്ടുകാർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്, മറിച്ച് നന്മയായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തമ്പുരാന്റെ നന്മ നമ്മുടെ കരങ്ങളിലൂടെ അനേകരിലേക്ക് എത്തുമ്പോൾ അതാണ് അത്ഭുതം. തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. മാത്തച്ചൻ കോമ്പാറ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഷാപ്പുംപടി കൂട്ടായ്മ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നോട്ട്ബുക്ക്, പേന, പെൻസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നത്. അത് ഈ വർഷവും നമ്മളെല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഈ വർഷം ചെയ്യുകയാണ്. ഇപ്പോൾ 15-ാം വാർഡ് മെമ്പർ ജെയ്സൺ പാനവിളങ്കര, ഭാരവാഹികളായ ജോബി കോമ്പാറ, സോണി കോട്ടയ്ക്കൽ, ജോമി ജോസഫ്, സാജു കോട്ടയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സ്വാശ്രയ ഗ്രൂപ്പുകളുടെ 24ാം വാർഷിക സമ്മേളനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്വാശ്രയ ഗ്രൂപ്പുകളുടെ 24ാം വാർഷിക സമ്മേളനമാണ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ അധ്യക്ഷനായി. നാടിന്റെയും നാട്ടുകാരുടെയും പുരോഗതിയും വികസനവും ലക്ഷ്യമാക്കി നൂതനാശയം എന്ന നിലയിൽ സഹകാരികളെ അണിനിരത്തി ഉൽപാദനം, തൊഴിൽ, വരുമാനം, സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങളോടെ സഹകരണ സ്വാശ്രയ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സജീവമായി ഇടപെടുവാൻ ഏഴിക്കര പള്ളിയാക്കൽ സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെൻസി തോമസ്, പഞ്ചായത്ത് മെമ്പർ KD വിൻസെന്റ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ TM ഷാജിദ, KA ജോസഫ്, MV വർഗീസ്, VV സനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞിത്തൈ സഹകരണ ബാങ്കിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് ഹരിതം സഹകരണം ആചരിച്ചു. ബാങ്ക് പരിസരത്ത് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് പ്ലാവിൻ തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ അധ്യക്ഷനായി. മുൻ ബാങ്ക് പ്രസിഡന്റ് TK ബാബു, സെക്രട്ടറി ഇൻചാർജ് അനിൽ ഏലിയാസ്, ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ, PD സലീം, മെൽബിൻ റോച്ച, ഇന്ദിരാദേവി ഗോപിനാഥ്, സരിത മനോജ്, ജ്യോതി രാജേഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് ജീവനക്കാരായ സിനി മുരളി, ബബിത ശ്രീഹരി, രഞ്ജിനി സ്വാമിനാഥ്, അനിറ്റ മെൻഡസ്, ശോഭ ദിലീപ്, അധ്യാപകർ, സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബാങ്ക് പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങൾ, മറ്റു വിവിധ സംഘടനകൾ എന്നിവർക്കായി ഉയർന്ന ഇനം പ്ലാവിൻ തൈകൾ സൗജന്യമായി വിതരണം നടത്തി. 365 ദിവസവും പരിസ്ഥിതി ദിനമായി നാം കൊണ്ടാടേണ്ടതുണ്ട്. ഈ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയ വേനൽക്കാലം നമ്മൾക്ക് വളരെ പരിചിതമാണ്. കൊടും ചൂട്, സഹിക്കാൻ പറ്റാത്ത താപത്തിലേക്ക് നാം മാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ കൊടും ചൂടും വരൾച്ചയും നമ്മളെ പിരിമുറുക്കുന്നത്? കാരണം ജനസംഖ്യ ആനുപാതികമായി ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ പ്രകൃതിയിൽ സസ്യജാലകങ്ങൾ കുറഞ്ഞു വരുന്നു. നമ്മൾക്ക് ഓക്സിജൻ വേണം. മനുഷ്യന് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം. നമ്മുടെ പ്രപഞ്ചമെന്ന ഈശ്വരൻ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി വളരെ കഠിനമായ പ്രയത്നം നടത്തുന്നതിൻ്റെ ഫലമായാണ് സസ്യങ്ങൾ ഇവിടെ മുളച്ചു പൊങ്ങുന്നത്.
UK-യിലെ കുറ്റിപ്പുഴക്കാർ ചേർന്ന് യുണൈറ്റഡ് കുറ്റിപ്പുഴ കൂട്ടായ്മ രൂപീകരിച്ചു. ഓഗസ്റ്റ് 25-ന് ബ്രിസ്റ്റോളിൽ ആദ്യ കുടുംബയോഗം ചേരുമെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ നിഷാദ്, ഇബ്രാഹിം, ജിസോ പുതുവ എന്നിവർ അറിയിച്ചു. UK-യിലെ കുറ്റിപ്പുഴക്കാർ ചേർന്നാണ് യുണൈറ്റഡ് കുറ്റിപ്പുഴ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 25-ന് ബ്രിസ്റ്റോളിൽ ആദ്യ കുടുംബയോഗം ചേരുമെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ നിഷാദ്, ഇബ്രാഹിം, ജിസോ പുതുവ തുടങ്ങിയവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്റെ ആരാധന കേന്ദ്രങ്ങളുടെ അനുഗ്രഹവും BJP പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് തന്റെ വിജയമെന്ന് സുരേഷ് ഗോപി. MP വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. എല്ലാ വർഷവും മുടങ്ങാതെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് കുന്നുകര പഞ്ചായത്തിലെ ആറ്റുപുറം ഷാപ്പുംപടി കൂട്ടായ്മ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.